Hi students. Last time we discussed the move instruction. Data transfer instruction is the first instruction. Move register, move between register, move register and memory, move accumulator and IO device. This is move in the format. If you want to move an 8-bit immediate value into a register or memory location, we can use MVI instructions. So next instruction is MVI, move immediate meaning. MVI, move immediate 8-bit value. That means 8-bit value is moved to a register or 8-bit values moved to a particular memory locations. Syntax: MVI register, comma data, or MVI memory, comma data. രണ്ട് പോസിബിൾ ആണ്. MVI എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരിക്കും, ദെൻ രജിസ്റ്റർ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, ABCDEEHL. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും രജിസ്റ്റർ, കൊമ 8-bit വാല്യൂ 00 മുതൽ FF വരെയുള്ള ഏതെങ്കിലും ഒരു 8-bit വാല്യൂ, അതൊരു ഫോർമാറ്റ്. അല്ലെങ്കിൽ MVI M, 00 മുതൽ FF വരെയുള്ള ഒരു 8-bit വാല്യൂ. ഇതാണ് രണ്ട് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 2 byte ഇൻസ്ട്രക്ഷനാണ്, മെഷീൻ സൈക്കിൾ 2ഉം ഇത് 3 ആണ്, T സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. ഇതൊന്നും നമുക്കിപ്പം അറിയാത്ത കാര്യങ്ങളാണ്. ഇത്ര പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 byte ഇൻസ്ട്രക്ഷനാണ്. 2 byte ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഇൻസ്ട്രക്ഷനും ഹെക്സ് കോഡ് ഉണ്ടാകും. ഹെക്സ് കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അതായത് MVI എന്ന് പറയുന്നതിന് പകരം MVI A എന്ന് പറയുന്നതിന് പകരം അതിന് കറസ്പോണ്ടിങ് ഒരു ഹെക്സ് വാല്യൂ ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക നിങ്ങൾ, നമുക്ക് എക്സാമ്പിൾസ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് MVI B, 05. മനസ്സിലായില്ലേ? MVI B, 05. ദാറ്റ് മീൻസ് 05 എന്ന് പറഞ്ഞാൽ 8-bit immediate value is stored into register B. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 16-bit ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. 16-bit ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈമിൽ വി കനോട്ട് സ്റ്റോർ എ 16-bit വാല്യൂ ഇൻ ടു എ രജിസ്റ്റർ. അതാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ MVI B, 05. ദാറ്റ് മീൻസ് 05 ഈസ് മൂവ് ടു ഓർ സ്റ്റോർഡ് ഇൻ ടു എ രജിസ്റ്റർ B. അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി MVI H, എഴുതാം MVI H, 07. That means 07 immediate value stored into register H. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾ MVI Bക്കും MVI Hനും എന്ത് വേണം, ഒരു ഹെക്സ് വാല്യൂ വേണം. റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8-bit വാല്യൂ വേണം. ഇവിടെ ഹെക്സ് കോഡ് കാണാൻ നിങ്ങൾക്ക് MVI B ആണെങ്കിൽ 06 എന്നാണ് അതിന് വരിക, MVI H ആണെങ്കിൽ 26 എന്ന് വരിക അല്ലേ. പിന്നെ ഈ 05നും അല്ലെങ്കിൽ ഈ 07നും. അപ്പം 2 byte ആണ് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി വരിക. അതായത് MVI Bക്ക് ഇതിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സാധനത്തിനെ ഇൻസ്ട്രക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ MVI B എന്നുള്ളതിന് 06 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാന്നുള്ളൂ, MVI B എന്ന് എഴുതുള്ളൂ. 05 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അഗൈൻ 05 എന്ന് കൊടുക്കണം. സോ 0605 represents the instruction MVI B, 05. അപ്പോൾ MVI B, F6 എന്നായിരുന്നെങ്കിലോ, F6 എന്നായിരുന്നെങ്കിലോ MVI Bക്ക് എപ്പോഴും എന്തേ വരുള്ളൂ, 06 എന്നേ വരുള്ളൂ. പിന്നെ 05 പകരം എന്ത് വരും, F6 എന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, F6 അല്ലേ. അപ്പോൾ ഈ 2 byte കൂടെ കൂടിയതാണ് എന്ത്, ഈ MVI B, F6 എന്ന് പറഞ്ഞാൽ. അപ്പം MVI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നീഡ് 2 byte അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് എന്തിനാണ്, MVI രജിസ്റ്റർ ഓഫ് മെമ്മറി സ്പെസിഫൈ ചെയ്യാൻ.
next immediate value, 8-bit immediate value representation. So totally we need 2 8-bit value or 2 byte of memory location to represent MVI instructions. അല്ലേ MVI H ആണെങ്കിലോ MVI H represent 26. ഇവിടെ നമ്മൾ 26 നോക്കും 0707 2 ബൈറ്റ് വേണം. 26 എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റും 07 എന്ന് പറഞ്ഞാൽ വേറെ ബൈറ്റും അല്ലേ. 26 MVI H റെപ്രസെൻ്റ് ആണെങ്കിൽ 07 ഈ ഇമീഡിയറ്റ് വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാം. ടോട്ടലി 2 ബൈറ്റ്. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയാം. കാരണം നേരത്തെ മൂവ് ഇൻസ്ട്രക്ഷൻ എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു? സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ദാറ്റ് മീൻസ് മൂവ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ് ടു represent only 8-bit value. Sorry. 8-bit values, only 8-bit value is needed to represent an instruction move. Move B, A. Move B, A. Sorry. B, A. That means the content of A is transferred to B. So after executing the instruction, value of A register and B registers are equal. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? ഒരു സിംഗിൾ ബൈറ്റ് മതി. ഫോർ എക്സാമ്പിൾ 76 എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പ് കോഡ് മാത്രം മതി. എന്തിനാ? ഈ മൊത്തം ഇൻസ്ട്രക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ. സോ ഇറ്റ്സ് എ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. നേരത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പം MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആക്ച്വലി എന്തിനുള്ളതാണ്? ഒരു 8-bit ഇമ്മീഡിയറ്റ് വാല്യൂ ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു ഇത് 8-bit ഡാറ്റ സ്റ്റോർ ഇൻ ടു എ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഓർ മെമ്മറി. ഇനി മെമ്മറി നോക്കി നോക്കൂ നിങ്ങൾ. മെമ്മറി എങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക? MVI M, 56. എന്ന് പറഞ്ഞാൽ 8-bit ഇമ്മീഡിയറ്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 56 ഈസ് സ്റ്റോർഡ് ഇൻ ടു മെമ്മറി ലൊക്കേഷൻ. ഏത് മെമ്മറി ലൊക്കേഷനാണ്? ഏത് മെമ്മറി ലൊക്കേഷനാണെന്നുള്ളത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? HLൻ്റെ വാല്യൂ എന്താണോ, HL രജിസ്റ്ററിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും എന്ത് മെമ്മറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. HLൻ്റെ വാല്യൂ ഇപ്പം 2000 ആണെങ്കിൽ 2000, അതായത് Hൻ്റെ വാല്യൂ 2ഉം 20യും Lൻ്റെ വാല്യൂ 00 ആണെങ്കിൽ HL റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും 20,000 എന്നല്ലേ, 2000 എന്നല്ലേ. ആ 2000 എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യുക? 56 എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് MVI M, 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ 56 എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ 8-bit value is stored into a destination register or memory. If the operand is a memory location, it is specified by the content of HL. നമ്മളിപ്പോൾ പറയല്ലേ, HL രജിസ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും ഏത് മെമ്മറി ലൊക്കേഷൻ ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? No flags are affected. After executing this instruction, it won't affect any flag or it won't modify any flag. Example, load 92 in register B. Instruction MVI B, 90H, X code 0692. This instruction loads 92 in register B. B രജിസ്റ്ററിനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യും? 92 സ്റ്റോർ ചെയ്യാൻ പറ്റും. H and L contains 0050. 00 50 ആണ്. Hനകത്ത് 20യും Lനകത്ത് 50 ആണെങ്കിൽ then load 3A in memory location 2005 MVI M, 3A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3A അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും. 2050 എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യും. കാരണം എന്താ? മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഏത് മെമ്മറി എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Hഉം Lഉം എന്താണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതൊരു മെമ്മറി ലൊക്കേഷനായിട്ട് എടുക്കും. ആ ലൊക്കേഷനകത്തേക്കായിരിക്കും എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം.
സപ്പോസ് ഒരു മെമ്മറി അഡ്രസ്സിൻ്റെ വാല്യൂ 3050 ആണെന്നിരിക്കാം. എൻ്റെ വാല്യൂ 78 ആണെന്നിരിക്കാം. ഞാനിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു MVA M,56 MVA M,56. ഇതെന്താ ചെയ്യാം? 56 ഈസ് മൂവ് ടു എ മെമ്മറി ലൊക്കേഷൻ. ഏത് മെമ്മറി ലൊക്കേഷനാണ്? ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനാണോ? അല്ല. 3050 ആണോ? അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഏത് മെമ്മറി ലൊക്കേഷനാണെന്ന് അറിയുന്നത്? ഈ ഇൻസ്ട്രക്ഷന് തൊട്ട് മുമ്പ് ഇവിടെ വെച്ചിട്ട് HLൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും. സപ്പോസ് HLൻ്റെ വാല്യൂ HL രജിസ്റ്ററിൻ്റെ വാല്യൂ 3050 ആണെന്നിരിക്കുക. 3050 ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ 56 എങ്ങോട്ടേക്ക് പോകും? 3050 എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ 56 എങ്ങോട്ടേക്ക് പോകും? ഈ 3050 എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തേക്ക് പോകും. 3050 ഓൾറെഡി എന്താണ്? 78 ആണ്. അതെന്തായിട്ട് മാറും? 56 ആയിട്ട് മാറും. അതിനെ ഓവർ റൈറ്റ് ചെയ്യും. 56 ആയിട്ട് മാറും. ഓക്കെ. HLൻ്റെ വാല്യൂ 2000 എന്നാണെന്നുണ്ടെങ്കിലോ 2000-ലായിരിക്കും എന്ത് ചെയ്യുക? 56 സ്റ്റോർ ചെയ്യുക. സോ MVI instruction, move immediate instruction, is a 2-byte instruction. It's a data transfer instruction which transfer 8-bit value specified in the instruction to a memory or a register. മനസ്സിലായില്ലേ? ഒരു രജിസ്റ്ററിനകത്തേക്കോ മെമ്മറി ലൊക്കേഷനകത്തേക്കോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 8-bit വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്താ പറയുക? MVI എന്ന് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഇപ്പം മൂവായി MVI മൂവ് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുക? മൂവ് ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്, ബിറ്റ്വീൻ രജിസ്റ്റർ ആൻഡ് മെമ്മറി, ബിറ്റ്വീൻ അക്യുമുലേറ്റർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മൂവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഇവിടെ MVI ഇൻസ്ട്രക്ഷൻ ആണെങ്കിലോ 8-bit immediate value is moved to a register, move to any register or memory locations. Okay. Next instruction, LXIH. LXI means load register pair immediate value. നമ്മൾ നേരത്തെ കണ്ടത് 8-bit വാല്യൂ ആയിരുന്നു നമ്മൾ ഒരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8-bit ആണ്. അതുകൊണ്ട് അതായത് 8-bit എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റേ നമുക്കൊരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു രജിസ്റ്റർ പെയറിനകത്തേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നമുക്ക് LXIH എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണമായിരുന്നു. നമുക്ക് LXIH എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ലോഡ് രജിസ്റ്റർ പെയർ ഇമീഡിയറ്റ്. ഇതാണ് ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് എ 16-bit ഇമീഡിയറ്റ് വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ ടു എ രജിസ്റ്റർ പെയർ. നമുക്ക് ഏതൊക്കെ രജിസ്റ്റർ പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്? BC പെയർ, DE പെയർ ആൻഡ് HL പെയർ. അപ്പോൾ BC പെയറിനകത്തേക്ക് നമുക്കൊരു 16-bit വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാം. DE പെയറിനകത്തേക്ക് 16-bit വാല്യൂ സ്റ്റോർ ചെയ്യാം. HLനകത്തേക്ക് 16-bit സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് സ്റ്റാക്ക് പോയിൻ്ററിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16-bit വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് SP എന്ന് പറയുന്നത്, സ്റ്റാക്ക് പോയിൻ്റർ. അപ്പം നമ്മൾ LXI BC എന്ന് പറയേണ്ട കാര്യമില്ല. LXI B എന്ന് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. എന്ത് അണ്ടർസ്റ്റുഡാണ്? അത് BC പെയറാണെന്ന് അണ്ടർസ്റ്റുഡാണ്. LXI D എന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. എന്താണ് അണ്ടർസ്റ്റുഡാണ്? ഇറ്റ്സ് എ DE പെയർ. അതുപോലെ LXI HL എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. LXI H എന്ന് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. HL ആണെന്ന് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അതുപോലെ LXI SP എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. അല്ലാതെ LXI S എന്ന് മാത്രം സ്പെസിഫൈ ചെയ്താൽ പോരാ. മനസ്സിലായില്ലേ? ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക്. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി വരും? LXI
H 3000 3000. അതുപോലെ LXI B 2050. LXI D, 1030. LXI SP, 0000. ഇതൊക്കെയാണ് പോസിബിൾ LXI ഇൻസ്ട്രക്ഷൻസ്. LXI H 3000 എന്ന് പറഞ്ഞാൽ എന്താ? 3000, it's a 16-bit value, is stored into HL pair. That means 30 is moved to H register and 00 is moved to L register. Similarly, LXI in instruction LXI B 2050, 20 is moved to register B and 50 is moved to C register. In LXI D 1030, the higher order 8-bit value 10 is moved to register D and 30 lower order 30 is moved to E register. LXI SP 0000. SP is a 16-bit register, so 0000 is moved to register SP. Okay. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, LXI SP എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നമുക്കറിയില്ലായിരുന്നെങ്കിൽ, LXI SP എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ച ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയായിരുന്നു? LXI SP അല്ല, LXI H 3050. ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് അറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനു മുമ്പേ പഠിച്ച രണ്ട് ഇൻസ്ട്രക്ഷനാണ് മൂവ് ആൻഡ് MVI. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇങ്ങനെയായിരിക്കും. MVI H, 30 MVI L, 50. That means LXI H 3050 means 3050 it's a 16-bit value is moved to register H and L pair. That means the values higher order 8-bit value 30 is moved to register H and lower order 8-bit value 50 is moved to register L. ആ സെയിം ഇൻസ്ട്രക്ഷനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. MVI H 30 എന്ന് പറഞ്ഞാൽ എന്താ? 30 എന്ന് പറഞ്ഞ വാല്യൂ എച്ചിനകത്തേക്കും MVI L, 50 എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞ വാല്യൂ എല്ലിനകത്തേക്കും മൂവ് ചെയ്യുന്നു. ഓക്കെ. അപ്പം LXI H എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഏത് വെച്ച് റീപ്ലേസ് ചെയ്യാം? രണ്ട് MVI ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, രണ്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഹെക്സ് കോഡ് എന്താണെന്ന് നോക്കിയേ. ബി എന്ന് പറയുന്നത് LXI B ആണെങ്കിൽ 01 ആണ്, LXI D ആണെങ്കിൽ 11 ആണ്, LXI H ആണെങ്കിൽ 21 ആണ്, LXI SP ആണെങ്കിൽ 31 ആണ്. ഓക്കെ. ഇത്രയും പോസിബിലിറ്റി LXI ചെയ്തിട്ടുള്ളൂ. അപ്പോൾ LXI H എന്ന് റെപ്രസെൻ്റ് ചെയ്യാനും LXI L എന്ന് റെപ്രസെൻ്റ് ചെയ്യാനും LXI SP എന്ന് റെപ്രസെൻ്റ് ചെയ്യാനൊക്കെ ഒരു ബൈറ്റ് വേണം. പിന്നെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കണം എന്ത് വേണം? ഒരു 16-bit വാല്യൂ കൂടെ വേണം, 30യും 50യും. സോ LXI Hനും LXI Dനും LXI Hനും LXI SPക്കൊക്കെ ഒരു ബൈറ്റും, 30ക്ക് അനദർ ബൈറ്റും, 50ക്ക് വേറൊരു ബൈറ്റും. സോ ടോട്ടലി 3 bytes is needed to represent
instruction LXIH, and this instruction also do not interfere any flag operation, and that means this instruction will not affect any flag. No flags are affected. After executing the instruction LXIH, the flags are not changed. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അപ്പം ഇതാണ് LXIH എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഇതൊരു 16-bit ഇമീഡിയറ്റ് വാല്യൂ മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇനി അടുത്ത ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ LDA. LDA means load accumulator direct. The content of memory location specified by the 16-bit address in the operand are copied to an accumulator. The content of the source are not altered. This is a 3-byte instruction. The second byte specifies the low order address, and the third byte specifies the higher order address. And no flags are affected during the execution of this instruction. That means after executing this instruction, the flags are not affected. എന്താണ് ആക്ച്വലി ഈ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, LDA 2000. The content of 2000, അതായത് 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എന്ത് ചെയ്യും? ഡയറക്ട്ലി സ്റ്റോർഡ് ഇൻ ടു അക്യുമുലേറ്റർ. ലോഡ് ദി അക്യുമുലേറ്റർ ഡയറക്റ്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അക്യുമുലേറ്ററിനകത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെമ്മറി അഡ്രസ്സിനകത്ത് നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് 2000 എന്ന് പറഞ്ഞ അഡ്രസ്സിനകത്ത് 2000 അഡ്രസ്സിനകത്ത് വാല്യൂ 55 എന്നാണ്, 56 എന്നായിരിക്കും. ഈ 56 എന്ന് പറഞ്ഞ വാല്യൂ LDA 2000 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ദി കണ്ടന്റ് ഓഫ് 2000, that is the content of memory location specified in the instruction, that is 2000, is moved to register A. അപ്പം അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താവും? ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദി LDA ഇൻസ്ട്രക്ഷൻ, the accumulator is modified by the content of memory specified in the instruction. That means 2000-ലെ വാല്യൂ എന്താണോ അത് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പം 56 എന്തായി അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, 56 അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇൻസ്ട്രക്ഷൻ ഓൾസോ ഡിഡ്ന്റ് എഫക്ട് ദി ഫ്ലാഗ്സ്. ഇതും എന്ത് ചെയ്യുന്നില്ല? ഫ്ലാഗ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യില്ല? ഫ്ലാഗിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പം LDA എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താണ്? LDA കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എന്താണോ അത് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, മെമ്മറിയിലേക്ക് അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ളൊരു വാല്യൂ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ മെമ്മറി ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് STA, സ്റ്റോർ അക്യുമുലേറ്റർ. STA കഴിഞ്ഞിട്ട് ഒരു 16-bit വാല്യൂ ആണ് പറയുക. ആ 16-bit വാല്യൂ എന്താണ് ആക്ച്വലി? ആ 16-bit വാല്യൂ ഒരു അഡ്രസ് ആയിരിക്കും. ദാറ്റ് മീൻസ് the content of accumulator is stored into the memory location specified in the instruction. For example, STA 3000. The content of accumulator is moved to
മെമ്മറി ലൊക്കേഷൻ 3000. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ 3000 എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ വാല്യൂ 11 ആണെന്ന് വിചാരിക്കാം. ഓൾറെഡി അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 05 ആണെന്ന് വിചാരിക്കാം. ഇനി LDA 3000 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? STA 3000 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താണോ അത് 3000ലേക്ക് സ്റ്റോർ ചെയ്യും. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താ? 05 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. 05 അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, 3000-നകത്തേക്ക് സ്റ്റോർ ചെയ്യും. സോ 3000-നകത്തുള്ള 11 എന്തായിട്ട് മാറും? 05 ആയിട്ട് മാറും. സോ 3000 ഈസ് മെമ്മറി ലൊക്കേഷൻ 3000 ഈസ് മോഡിഫൈഡ് ബൈ 05. STA 2050 ഇവിടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, STA 2050 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 2050ലേക്ക് മോഡിഫൈ ചെയ്യും. ഇനിയും ഒരുപാട് എന്തുണ്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഒരു മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ്. നമ്മളിവിടെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല? നമ്മൾ ബിറ്റ്വീൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ്? ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ് പോസിബിളാണ്, ബിറ്റ്വീൻ രജിസ്റ്റർ ആൻഡ് മെമ്മറി പോസിബിളാണ്, 8-bit ഇമ്മീഡിയറ്റ് വാല്യൂ ടു എ രജിസ്റ്റർ പോസിബിളാണ്, 8-bit ഇമ്മീഡിയറ്റ് വാല്യൂ ടു എ മെമ്മറി പോസിബിളാണ്, ഓർ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് രജിസ്റ്റർ പോസിബിളാണ്. 8-bit ഇമ്മീഡിയറ്റ് വാല്യൂ നമുക്ക് രജിസ്റ്ററിനകത്തേക്കോ മെമ്മറിക്കകത്തേക്കോ പോസിബിളാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിറ്റ്വീൻ അക്യുമുലേറ്റർ ആൻഡ് IO ഡിവൈസ്. ഇത് നമ്മൾ ലാസ്റ്റ് പഠിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ്റെ അവസാനത്തത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഇൻസ്ട്രക്ഷൻസാണ്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ്. ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ നമുക്ക് അതായത് 2000 മുതൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ പ്രോഗ്രാം പറയുകയാണ്, റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് 8085 അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ ആയിക്കോട്ടെ ആയിരിക്കും. റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇവിടെ ഞാൻ എഴുതാം. റൈറ്റ് ആൻ അസംബ്ലി language program to store 00 to the value 55 into write an assembly language program to store the value 55 into memory location 2000 to 2003. അപ്പം 2000 മുതൽ 2003 വരെയുള്ള മെമ്മറി ലൊക്കേഷനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്യണം? 55 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലേ? നമ്മൾ പഠിച്ച ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പഠിച്ചത് മൂവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്, MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്, LDA, STA, LXI. ഇത്ര ഇൻസ്ട്രക്ഷൻസാണ് പഠിച്ചത്. ഈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 55 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വാല്യൂ യൂസ് ചെയ്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ? 2000 മുതൽ 2003 വരെ എന്ത് ചെയ്യാൻ? സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 55 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യണം? ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. ഡയറക്റ്റ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒരു മെത്തേഡ് നോക്കാം നമുക്ക്. MVI
എ കൊമ ഇപ്പം നമുക്കെല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. MVI A comma 55. So that means 55 is stored into accumulator. ഈ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഇനി എന്ത് ചെയ്താൽ മതി? 2000-നകത്തേക്കും 2001-നകത്തേക്കും 2002-നകത്തേക്കും 2003-നകത്തേക്കും സ്റ്റോർ ചെയ്താൽ മതി. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഒരു മെമ്മറി ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യാം? അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഏതാ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ STA എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ മതി. STA 2000 എന്താ ചെയ്യുക? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, 2000-നകത്തേക്ക് സ്റ്റോർ ചെയ്യും അല്ലേ? 2001-നകത്തേക്കുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? STA 2001. സോ അക്യുമുലേറ്റർ ഈസ് ഫസ്റ്റിലെ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 2000-നകത്തേക്ക് സ്റ്റോർ ചെയ്യും വിത്തൗട്ട് മോഡിഫൈങ് ദി വാല്യൂ ഓർ വിത്തൗട്ട് മോഡിഫൈങ് ദി കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ. അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും പഠിച്ചത്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ സോഴ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, മോഡിഫൈ ഇല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ STA എന്ന് പറയുന്ന സാധനം അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? STA 2001, STA 2002, STA 2003. അപ്പം 55 എന്ന് പറഞ്ഞ വാല്യൂ 2000-ലും 2001-ലും 2002-ലും 2003 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം? ഓൾട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ HLT ആണ്. അപ്പം ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനോട് പഠിച്ചു നമ്മൾ HLT മീൻസ് ഹോൾട്ട്, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് HLT. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് പ്രോഗ്രാമിൻ്റെ എൻഡിലും എന്തുണ്ടായിരിക്കണം? ഒരു HLT ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതൊരു മെത്തേഡ്. നമുക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് ചെയ്യാം. LXI H comma ഭയങ്കര ബുദ്ധിമുട്ടാണ്. MVI M comma 55. ഇപ്പം എന്താ സംഭവിക്കുക? MVI M comma 55 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 55 ഈസ് മൂവ് ടു മെമ്മറി ലൊക്കേഷൻസ്. ഏത് മെമ്മറി ലൊക്കേഷൻ? HLൻ്റെ വാല്യൂ എന്താണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ മെമ്മറിയിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. HLൻ്റെ വാല്യൂ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇപ്പം HLൻ്റെ വാല്യൂ 2000 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Hൻ്റെ വാല്യൂ 20യും Lൻ്റെ വാല്യൂ 00യും. സോ 55 ഈസ് മൂവ് ടു മെമ്മറി ലൊക്കേഷൻ മെമ്മറി ലൊക്കേഷൻ 2000. അപ്പോൾ 2001-നകത്തേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലോ അഗൈൻ എന്ത് ചെയ്യണം? HL എന്തായിട്ട് മാറണം? 2001 ആയി മാറണ്ടേ? LXI H 2001 MVI M comma 55 LXI H 2002 MVI M comma 55 LXI H 2003 MVI M comma 55. അപ്പം 2000-ലായി 2001-ലായി 2002-ലായി 2003-ലായി HLT. ഈ രണ്ട് പ്രോഗ്രാമും പെർഫോം ചെയ്യുന്നത് എന്താണ്? ഒരേ ഓപ്പറേഷനാണ്. 2000 മുതൽ 2003 വരെയുള്ള ലൊക്കേഷനകത്തേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നു? 55 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഇതാണെങ്കിലും സെയിം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം പർപ്പസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു എന്താ പറയുക ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ
ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോയട്രി എഴുതാമെന്ന് പറയുന്നല്ലേ. അപ്പോൾ പല രീതിയിൽ നമുക്കൊരു പോയട്രി ഒരു കാര്യം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പല വാക്കുകൾ യൂസ് ചെയ്യാം, പല സ്റ്റൈൽ യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം തന്നെ, ഒരു പ്രോഗ്രാം ഔട്ട്പുട്ട് തന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതുന്ന നല്ല പ്രോഗ്രാമിങ് ലോജിക്കാന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഇതിങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത എന്താ കാരണം, ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ നമ്മൾ റൈറ്റ് ചെയ്യണം അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ നമുക്ക് നോക്കിയേക്കാം. MVI A, 3E എന്നാണ് ഇതിൻ്റെ വാല്യൂ, 3E55. ദെൻ STA STA 32 എന്നാണ് STA 32. പിന്നെ 2000. അപ്പോൾ അതൊരു 16 ബിറ്റ് വാല്യൂ ആണ്. അപ്പോൾ 16 ബിറ്റ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുക ഫസ്റ്റിൽ ലോവർ ഓർഡർ വാല്യൂ ആണ്, എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഹയർ ഓർഡർ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ലോവർ ഓർഡർ ഫസ്റ്റ്, ദെൻ ഹയർ ഓർഡർ. അപ്പം 2000 എന്നുള്ളത് 0020 എന്നേ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ STA കോഡ് 32, 2000-ൻ്റെ ലോവർ ഓർഡർ ആയിട്ടുള്ള ഈ 00 ആദ്യം, ദെൻ 20 നെക്സ്റ്റ്, അങ്ങനെ 2 ബൈറ്റ്. അടുത്തത് STA അഗെയിൻ 32, 0120, 320220, 320320, 76. HLTയുടെ കോഡ് 76. അപ്പോൾ ഇതിനെ നിമോണിക്സ് എന്ന്, ഇതിനെ നമ്മൾ പറയും നിമോണിക്സ് എന്നും, ഇതിനെ നമ്മൾ ഹെക്സ് കോഡ് എന്ന് പറയും. ഇപ്പോൾ ഹെക്സ് കോഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ.